ടെസ്ല മോട്ടോഴ്സ് അമേരിക്കൻ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ നിർമ്മാതാവ് അമേരിക്കൻ സംരംഭകരായ മാർട്ടിൻ എബർഹാർഡും മാർക്ക് ടർപ്പനിങ്ങും ചേർന്ന് 2003 ഇത് സ്ഥാപിച്ചത്. സെർബിയൻ അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ നിക്കോള ടെസ്ലയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇലക്ട്രിക് സ്പോർട്സ് കാർ വികസിപ്പിക്കുന്നതിനാണ് ടെസ്ല മോട്ടോഴ്സ് രൂപീകരിച്ചത്. ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടർപ്പനിങ്ങും അതിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ എബർഹാർഡും ചുമതലയേറ്റു. കമ്പനിക്ക് ധനസഹായം വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് പേപാൽ കോ-ഫൗണ്ടർ എലോൺ മസ്ക് പുതിയ സംരംഭത്തിന് $30 മില്യൺ സംഭാവന നൽകുകയും കമ്പനിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തു. 2008 ടെസ്ല മോട്ടോഴ്സ് തങ്ങളുടെ ആദ്യത്തെ കാറായ ഇലക്ട്രിക് റോഡ്സ്റ്റർ പൂർണ്ണമായും പുറത്തിറക്കി. കമ്പനി ടെസ്റ്റുകളിൽ ഒറ്റ ചാർജിൽ 245 മൈൽ നേട്ടം കൈവരിച്ചു. ഇത് ഒരു ഉൽപ്പാദന ഇലക്ട്രിക് കാറിന് മുമ്പെങ്ങുമില്ലാത്തൊരു ശ്രേണിയായിരുന്നു. അധിക പരിശോധനയിൽ അതിൻ്റെ പ്രകടനം പല ഗ്യാസോലിൻ പവർ സ്പോർട്സ് കാറുകളുമായും താരതമ്യപ്പെടുത്താവുന്നതായി ആണ് കാണിച്ചത്. റോസ്റ്ററിന് മണിക്കൂറിൽ 0 മുതൽ 60 മൈൽ വരെ 4 സെക്കൻഡിനുള്ളിൽ വേഗത കൈവരിക്കാനും 125 മൈൽ വേഗത കൈവരിക്കാനും കഴിയും. മണിക്കൂറിൽ ഭാരം കുറഞ്ഞ കാർ ബോഡി കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ആന്തരിക ജ്വലന എഞ്ചിൻ ഉപയോഗിക്കാത്തതിനാൽ റോസ്റ്റർ ടെയിൽ പൈപ്പ് ഉന്മാനം നടത്തിയില്ല. ഗ്യാലനിൽ 135 മൈൽ എന്ന ഗ്യാസോലിൻ മൈലേജിന് തുല്യമായ കാര്യക്ഷമതാ റേറ്റിംഗാണ് കാർ നേടിയത്. ടെസ്ല മോട്ടോഴ്സ് കണ്ടെത്തി. വാഹനത്തിന് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിച്ചത് ലിഥിയം അയൺ സെല്ലുകളാണ്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഇത് ഒരു സാധാരണ ഇലക്ട്രിക് ഔട്ട്ലെറ്റിൽ നിന്ന് റീചാർജ് ചെയ്യാൻ കഴിയും. ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്നതിന് $75,000 ഫെഡറൽ ടാക്സ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. റോഡ്സ്റ്ററിന് $109,000 ചെലവ് അതിൻ്റെ ഒരു ആഡംബര ഇനമാക്കി മാറ്റി. 2007 അവസാനത്തിൽ എബർഹാർഡ് സിഇഒയും ടെക്നോളജി പ്രസിഡന്റുമായ സ്ഥാനം രാജിവെച്ച് കമ്പനിയുടെ ഉപദേശക സമിതിയിൽ ചേർന്നു. 2008 അദ്ദേഹം ഒരു ഓഹരി ഉടമയായി തുടർന്നെങ്കിലും കമ്പനി വിട്ടതായി പ്രഖ്യാപിച്ചു. റോഡ്സ്റ്ററിനായി ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെ വികസനത്തിന് മേൽനോട്ടം വഹിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വൈസ് പ്രസിഡന്റ് കൂടിയായ ടർപ്പെന്നിങ് 2008 കമ്പനി വിട്ടു. മസ്ക് സിഇഒ ആയി ചുമതലയേറ്റു. 2010 ടെസ്ലയുടെ പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് ഏകദേശം $226 ദശലക്ഷം സമാഹരിച്ചു. 2012 ടെസ്ല റോഡ്സ്റ്ററിൻ്റെ പുതിയ മോഡൽ എസ് സെഡാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തിവെച്ചു. ഇത് പ്രകടനത്തിനും രൂപകൽപ്പനയ്ക്കും ഓട്ടോമോട്ടീവ് വിമർശകരുടെ പ്രശംസ പിടിച്ചുപറ്റി. 3 വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകളിലാണ് ഇത് വന്നത്. ഇത് 235 അല്ലെങ്കിൽ 300 മൈൽ പരിധി നൽകി. ഏറ്റവും ഉയർന്ന പ്രകടനമുള്ള ബാറ്ററി ഓപ്ഷൻ 4 സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ 0 മുതൽ 60 മൈൽ വേഗതയും മണിക്കൂറിൽ 130 മൈൽ വേഗതയും നൽകി. കാറിൻ്റെ മുൻവശത്ത് ബാറ്ററികൾ വഹിച്ച റോഡ്സ്റ്ററിൽ നിന്നും വ്യത്യാസമായി മോഡൽ എസിന് തറയുടെ അടിയിൽ ഉണ്ടായിരുന്നത്. ഇത് മുൻവശത്ത് അധിക സംഭരണ ഇടം നൽകുകയും ഗുരുത്വാകർഷണ കേന്ദ്രം കുറവായതിനാൽ കൈകാര്യം ചെയ്യാൻ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഓട്ടോണമസ് ഡ്രൈവിംഗിൻ്റെ ഒരു രൂപമായ ടെസ്ല ഓട്ടോ പൈലറ്റ് 2014 മോഡൽ എസിൽ ലഭ്യമാക്കി. 2012 മുതൽ ടെസ്ല അമേരിക്കയിലും യൂറോപ്പിലും സൂപ്പർ ചാർജറുകൾ എന്ന പേരിൽ സ്റ്റേഷനുകൾ നിർമ്മിച്ചു. ബാറ്ററികൾ വേഗത്തിൽ ചാർജ് ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരുന്നു. കൂടാതെ ടെസ്ല ഉടമകൾക്ക് അധിക ചെലവില്ല. ആ സ്റ്റേഷനുകളിലൂടെ പിന്നീടുള്ള പതിപ്പുകളെ ടെസ്ല സ്റ്റേഷനുകൾ എന്ന് വിളിക്കുകയും മോഡൽ എസ് ബാറ്ററി പാക്ക് പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ടെസ്ല 2015 ക്രോസ് ഓവർ വാഹനം സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ സവിശേഷതയുള്ളതും എന്നാൽ ഒരു കാർ ചേസിൽ നിർമ്മിച്ചതുമായ വാഹനം പുറത്തിറക്കി. മോഡൽ എക്സിന് പരമാവധി ബാറ്ററി ശ്രേണി 295 മൈൽ അതായത് 475 കിലോമീറ്റർ ആയിരുന്നു. 7 പേർക്ക് ഇരിക്കാൻ കൂടുതൽ വില കുറഞ്ഞ വാഹനത്തിൻ്റെ ആവശ്യം കാരണം മോഡൽ 3 220 മൈൽ പരിധിയും $35,000 വിലയ്ക്കുമുള്ള 4 വാതിലുകളുള്ള സെഡാൻ 2017 ഉൽപ്പാദനം ആരംഭിച്ചു. സൗരോർജ്ജ ഉൽപ്പാദനങ്ങളിലേക്ക് കമ്പനി വ്യാപിപ്പിച്ചു. വീടുകളിലും ബിസിനസ്സുകളിലും ഉപയോഗിക്കാവുന്നതിനായി സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ചാർജ് സംരംഭിക്കുന്നതിനുള്ള ബാറ്ററികളുടെ ഒരു നിര 2015 അനാച്ഛാദനം ചെയ്തു. 2016 ടെസ്ല ഡോളർ പാനൽ കമ്പനിയായ ഡോളർ സിറ്റി വാങ്ങി. ഇനി കാറുകൾ വിറ്റു. അടുത്ത വർഷം മസ്ക് ടെസ്ലയെ സ്വകാര്യമായി ഏറ്റെടുക്കുകയും നിരവധി ട്വീറ്റുകൾ നടത്തി. തനിക്ക്